ഇനിയും ഇറാന്റെ ആക്രമണങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അടിക്ക് തിരിച്ചടി മാത്രമാണ് മറുമരുന്ന്. ഒറ്റക്കെട്ടായി ഇറാനെതിരെ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. വീഡിയോ കോൺഫറൻസിലൂടെ കഴിഞ്ഞ ദിവസം GCC വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു ഉന്നതതല യോഗം നടന്നിരുന്നു. ഒന്നിച്ച് നീങ്ങാൻ ഗൾഫ് സഹകരണ കൗൺസിലിന്റെ തീരുമാനം ഈ കൂടിക്കാഴ്ചയിൽ എടുത്തതായിട്ടാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആവശ്യമെങ്കിൽ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുന്നതടക്കം സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്നതിലും സംശയമില്ല. ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസികളടക്കം വലിയ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല, തങ്ങളുടെ രാജ്യത്ത് കഴിയുന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി തന്നെ ഏറ്റവും പ്രാധാന്യമേറുന്ന രീതിയിലേക്കാണ് അവർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതായി തന്നെ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ് എന്നീ 6 രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഇറാന്റെ ആക്രമണം മൂലം തങ്ങളുടെ രാജ്യത്തിൽ ഉണ്ടായ വൻ നാശനഷ്ടങ്ങൾ ഇവർ വിലയിരുത്തുകയും ചെയ്തു. രാജ്യത്തിന്റെ സുരക്ഷയും പൗരന്മാരുടെ ഒരു താമസക്കാരുടെയും ഒക്കെ തന്നെ സംരക്ഷണവും ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും അവിടെ സ്വീകരിക്കും. ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ കാര്യങ്ങൾ പരിഗണനയിലുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാൻ ഈ ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്ന് GCC ആവശ്യപ്പെടുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ അസ്ഥിരത അത് കേവലം പ്രാദേശിക പ്രശ്നമല്ല എന്നും അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നായി തന്നെ മാറുമെന്നതാണ് GCC രാജ്യങ്ങൾ ഈ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ UAEക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിക്കുകയും ചെയ്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി തന്നെ മോദി സംസാരിക്കുകയും UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച മോദി ആകട്ടെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ UAEക്കൊപ്പം തന്നെ ഇന്ത്യ നിലകൊള്ളുന്നതായും മോദി എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതേപോലെ തന്നെ UAEയിൽ താമസിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ അവിടെ പരിപാലിക്കുന്നതിനും UAE പ്രസിഡന്റ് നന്ദി അറിയിച്ചതായി മോദി എക്സിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സമാധാന ചർച്ചകൾക്കായി തന്നെ ഇറാൻ തന്നെ അവിടെ സമീപിക്കുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം ഇറാൻ ഔദ്യോഗികമായി തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുമായി യാതൊരു ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്നും പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ വധത്തിന് അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അതായത് പലിശ സഹിതം പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലറാജ്നി വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തന്നെ സമീപിക്കുന്നുവെന്നും എന്നാൽ ഒരാഴ്ച മുൻപേ തന്നെ ഈ നിലപാട് സ്വീകരിക്കണമായിരുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ കുറിച്ചത്. ഇറാന്റെ സൈനിക ആസ്ഥാനവും 7 കപ്പലുകളും തകർത്തതായും ഇവിടെ ഇത്തരത്തിലൊരു അവകാശവാദം നടത്തുകയും എന്നാൽ ഈ പ്രസ്താവനകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നും അമേരിക്കയുമായി സംസാരിക്കേണ്ട കാര്യമില്ല എന്നതാണ് ഇപ്പോൾ ലർജാനി ഇവിടെ എക്സിലൂടെ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.